പീസ് ആൻഡ് ജോയ്. പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് തിരുവചനം പറയുക, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് അവകാശം നേടുന്നത് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ അസിസിയിലെ ഫ്രാൻസിസ് സ്വർഗത്തിലെ ദൈവത്തെ നോക്കിക്കൊണ്ട് ഇനി മുതൽ സ്വർഗസ്ഥനായ ദൈവമാണ് എന്റെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ശക്തമായ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അനുഭവം, ഒരു അഭിഷേകം ഫ്രാൻസിസിൽ നിറയുകയായിരുന്നു. അതിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുക, തുടർന്ന് ഇന്ന് വരെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ഒരു അനുഭവം, ഫ്രാൻസിസ് എല്ലാം പരിത്യജിച്ചിട്ട് ദൈവത്തെ നോക്കി ഇനി മുതൽ ദൈവമാണ് എന്റെ പിതാവെന്ന് പറയുന്ന ആ ഒരു അനുഭവം, അത് നിസ്സാരമല്ല. അവിടെ നമുക്ക് അല്പം കൂടി അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഫ്രാൻസിസ് ഉടുവസ്ത്രം പോലും ഉരിഞ്ഞു കൊടുത്തുകൊണ്ട് നഗ്നനായി തീർന്നിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഒന്നുമില്ലാതെ, ദൈവം തന്നതല്ലാതെ ഒന്നുമില്ലാതെ ദൈവത്തിന്റെ നേരെ നോക്കിക്കൊണ്ട്, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, ഇനി മുതൽ സ്വർഗസ്ഥനായ ദൈവമാണ് എന്റെ പിതാവ്. ഗീതോ മെത്രാൻ ഫ്രാൻസിസിനെ തന്റെ കാപ്പ് കൊണ്ട് പൊതിഞ്ഞു തന്റെ ആലയത്തിലേക്ക്, മെത്രാസിന്റെ മന്ദിരത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഒരു തോട്ടക്കാരന്റെ വസ്ത്രം നൽകപ്പെടുകയാണ്. ഈ വസ്ത്രം, ഫ്രാൻസിസ്കൻ വസ്ത്രം ലഭിക്കുന്നത് അവിടെ നിന്നാണെന്നാണ് പറയപ്പെടുക. ആ തോട്ടക്കാരന്റെ വസ്ത്രം സ്വീകരിച്ചു. അത് ഫ്രാൻസിസിന് ഉയരക്കുറവായിരുന്നതുകൊണ്ട് ഉടുപ്പിന് വളരെയേറെ നീളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒതുങ്ങിയിരിക്കാനായിട്ട് അവിടെ കിടന്ന ഒരു കയറെടുത്ത് കെട്ടുകയാണ്. ഇത് ഫ്രാൻസിസ്കൻ സഭയുടെ വസ്ത്രമായിട്ട് മാറുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഫ്രാൻസിസിന്റെ ഈ സമർപ്പണത്തിന്റെ ആഴം, അല്ലെ ഫ്രാൻസിസിന്റെ ഈ സമർപ്പണത്തെ ദൈവം എങ്ങനെയാണ് കണ്ടത്? സ്വർഗത്തിലെ ദൈവം, വചനമാകുന്ന ദൈവം, ദൈവത്തോടുള്ള സാദൃശ്യം നിലനിർത്തേണ്ട കാര്യമായിട്ട് ആ പുത്രനായ ദൈവം പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശ് മരണം വരെ അവൻ അനുസരണമുള്ളവനായി തീർന്നുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫ്രാൻസിസും എല്ലാവിധ ആഡംബരത്തിന്റെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിക്കൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവായി സ്വീകരിച്ചപ്പോൾ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെയാണ് വിശുദ്ധ അന്തോനീസ് ജനിക്കുക. അന്തോനീസ് ഈ വസ്ത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തിരുസഭയിലെ ഒരു വലിയ അത്ഭുത പ്രവർത്തനായ വിശുദ്ധ അന്തോനീസ് ഈ ഫ്രാൻസിസിന്റെ ഈ സമർപ്പണത്തിന്റെ തുടർച്ചയല്ലേ. വിശുദ്ധ ബൊനവെഞ്ചർ ഒരു വേദപാരംഗതനും, അന്തോനീസും വേദപാരംഗതനാണ്. വിശുദ്ധ ബൊനവെഞ്ചർ വേദപാരംഗതനും സഭയുടെ രണ്ടാമത്തെ ഫൗണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ ബൊനവെഞ്ചർ, ബോനവെന്തൂര, ഫ്രാൻസിസ് ആ കുഞ്ഞിനെ എടുത്തിട്ട് പറയുകയാണ്, മഹത്തായ ഭാഗ്യം, അദ്ദേഹമാണ് വളർന്ന് ഫ്രാൻസിസ്കൻ സഭയുടെ സെക്കൻഡ് ഫൗണ്ടർ എന്ന നിലയിലേക്ക് ഉയരുന്നത്. അദ്ദേഹം കർദിനാൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ദൈവശാസ്ത്ര പണ്ഡിതരില് വിശുദ്ധ അഗസ്തീനോസിനെ പോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന, അക്വീനാസിനെ പോലെ പരിഗണിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധൻ ജനിക്കുന്നത് ഈ സമർപ്പണത്തിന്റെ തുടർച്ചയായിട്ടല്ലേ. വീണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വേദപാരംഗതനായ വിശുദ്ധ ലോറൻസ് ഓഫ് ബ്രിൻഡീസി, ആ കപ്പുച്ചിൻ വിശുദ്ധൻ ജനിക്കുന്നത് ഈ സമർപ്പണത്തിന്റെ തുടർച്ചയായിട്ടല്ലേ. വിശുദ്ധ ക്ലാര ഈ സഭയിൽ ഇങ്ങനെ ലഭിക്കുന്നത് ഈ സമർപ്പണത്തിന്റെ തുടർച്ചയായിട്ടല്ലേ. പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ ഏറ്റവും കൃപ നിറഞ്ഞ സ്ത്രീ എന്നറിയപ്പെടുന്ന വിശുദ്ധ വെറോനിക്ക ജൂലിയാനി വരുന്നത് ഈ സമർപ്പണത്തിന്റെ തുടർച്ചയായിട്ടല്ലേ. ഇവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു കപ്പുച്ചിൻ വൈദികൻ വരെ എന്നല്ല, ഇനി ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്നവരും സഭയിലേക്ക് പങ്കുചേർക്കപ്പെടാനിരിക്കുന്നവരുമായിട്ടുള്ള ഫ്രാൻസിസ്കൻ അൽമായ സന്യാസികൾ വരെ എല്ലാവരും അതിന്റെ ഭാഗമായിട്ടല്ലേ. വീണ്ടും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വിശുദ്ധ അൽഫോൻസാമ, വാഴ്ത്തപ്പെട്ട റാണി മരിയാമ്മ, അതുപോലെ തന്നെ ദൈവദാസരായിട്ടുള്ള പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ, ബ്രദർ പീറ്റർ റെഡ്ഡി, ബ്രദർ ജോസഫ് തമ്പി, കൊളയറ്റമ്മ, ഇങ്ങനെയുള്ള അനേകര് കടന്നു വരുന്ന തിയോഫിനച്ചൻ, എത്ര വിശുദ്ധരാണ്. നമുക്ക് ഭാരതത്തിന്റെ ആദ്യത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ഗോൺസാല ഗാർസിയ. ജപ്പാനിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മാറ്റപ്പെടുകയാണ്. ആ പ്രഥമ വിശുദ്ധൻ ഒന്ന് ആലോചിച്ച് നോക്കിയ, മുംബൈയിലെ താനെ സ്വദേശിയാണ് അദ്ദേഹം. ജപ്പാനിലേക്ക് മിഷണറി ആയിട്ട് പോയ ആ ഫ്രാൻസിസ്കൻ മിഷണറി അവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് വധിക്കപ്പെടുകയാണ്. അദ്ദേഹവുമൊക്കെ ഈ സമർപ്പണത്തിന്റെ തുടർച്ചയല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? ആ സ്ഥലത്താണ് കാർലോ അക്വിറ്റസിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുക, ആ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുക. കാർലോ അക്വിറ്റസിനെ അടക്കിയിരിക്കുന്നത് ഫ്രാൻസിസ് തന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് തന്റെ പിതാവിന്റെ കാൽക്കിലേക്ക് എല്ലാം വെച്ചു കൊടുത്തിട്ട് ദൈവത്തെ നോക്കിക്കൊണ്ട് ഇനി മുതൽ സ്വർഗസ്ഥനായ ദൈവമാണ് എന്റെ പിതാവ് എന്ന് പറഞ്ഞ ആ മെത്രാസന മന്ദിരമാണ് കാർലോ അക്വിറ്റസിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ട് മാറുക. കപ്പുച്ചിൻ വൈദികരാണ് അതിന്റെ സംരക്ഷകരായിട്ട് മാർപ്പാപ്പ നിയോഗിച്ചത്. അവിടെ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്,
ഇത് തിരുസഭയുടെ ദൈവവിളിയുടെ കേന്ദ്രമായിട്ട് മാറണം. തിരുസഭയുടെ ദൈവവിളിയുടെ കേന്ദ്രമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ഈ പറയുന്ന അസിസില ഫ്രാൻസിസിന്റെ ഈ വലിയ ഈ വിശുദ്ധൻ എന്ന നിലയിലുള്ള ഒരു തുടക്കം കുറിച്ച, അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ട ആ ദൈവാനുഭവത്തിന്റെ ഇടം തന്നെയാണ്. ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് ദൈവത്തിന് തന്നെ സമർപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ മാറ്റപ്പെടുകയാണ്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ ദൈവവചനം അനുസരിക്കാൻ തീരുമാനിച്ചാൽ 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടുന്ന വാഗ്ദാനം ദൈവം നൽകിയിട്ടുണ്ട്. ഫ്രാൻസിസിന്റെ കാലത്ത് അത് സംഭവിക്കുകയാണ്. 800 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് കാർലോ അക്വീറ്റസിനെ ഒക്കെ അവിടെ നമ്മൾ വണങ്ങുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ സമർപ്പണത്തിന്റെ തുടർച്ചയല്ലേ ഇതെല്ലാം? നമുക്കും എത്ര മാത്രം സാധ്യതകളാണ് ദൈവത്തെ പിതാവായിട്ട് അംഗീകരിക്കുമ്പോൾ, ദൈവം എന്റെ സർവസ്വമായിട്ട് അംഗീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. പൂർണ്ണമായൊരു സമർപ്പണം ഫ്രാൻസിസിന്റെ മാതൃകയില് നമ്മളോട് ദൈവം ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറയുന്നുണ്ട്, നീ എന്റെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃക അസീസിലെ ഫ്രാൻസിസ് ആണ്. ആ സ്നേഹം നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.